First question. Consider the vector space Pn of real polynomials in X of degree less than or equal to n. Define t from P2 to P3 by t of f of x equal to integral 0 to x f of t dt plus f dash x. Then the matrix representation of t with respect to the basis 1x x square and 1x x square x cube. എന്താ ചോദിച്ചേക്കുന്നത്? നമുക്കൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട്. ടി ഫ്രം P2 to P3. P2 ൽ നിന്ന് P3യിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട്. അത് ഡിഫൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? ഇന്റഗ്രൽ 0 to x f of t dt plus f dash x. നമുക്കതിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കണം. ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക് റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൻ്റെ ഡൊമെയിൻ ഏതാണ്? ഡൊമെയിൻ P2 ആണ്, കോഡൊമെയിൻ P3 ആണ്. ഡൊമെയിനിലെ ബേസിസ് P2ൻ്റെ ബേസിസ് എന്താ? 1x x സ്ക്വയർ. കോഡൊമെയിൻ്റെ ബേസിസോ? P3യുടെ ബേസിസ് 1x x സ്ക്വയർ x ക്യൂബ്. Pn ആണ് ബേസിസ് എങ്കിൽ നമ്പർ ഓഫ് വെക്ടേഴ്സ് ഇൻ Pn, ബേസിസിലെ നമ്പർ ഓഫ് വെക്ടേഴ്സ് ഇൻ ദ ബേസിസ് എന്ന് പറയുന്നത് n+1 ആയിരിക്കും. Pn ആണെങ്കിൽ n+1, P2 ആണെങ്കിൽ 2+1, 3 വെക്ടേഴ്സ് കാണും. 1 x x സ്ക്വയർ 3 ഉണ്ട്. P3 ആണെങ്കിലോ 4 വെക്ടേഴ്സ് കാണും. 1x x സ്ക്വയർ x ക്യൂബ്. നമുക്ക് ഈ ഡൊമെയിൻ എന്ന് പറയുന്ന P2 ഡൊമെയിനിലെ ബേസിസിന്റെ ഇമേജ് കണ്ടുപിടിക്കണം. t of f of x. ഡൊമെയിനിലെ ബേസിസിലെ ഇമേജ് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കാം. ആദ്യം t of f of x തന്നിട്ടുണ്ട്. ഫസ്റ്റ് ബേസ് വെക്ടർ ഏതായിട്ട് എടുക്കണം? 1. ഫസ്റ്റ് ബേസ് വെക്ടർ 1. f of x equal to 1. f of x 1 ആണ്. f of x 1 ആണെങ്കിൽ f of t എന്തായിരിക്കും? 1 തന്നെയായിരിക്കും. f dash of x ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാം. f dash x എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി ഇത് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. t of f of x ന് പകരം 1. t of 1 equal to integral 0 to x f of t എന്ത് തന്നെയാണ്? 1 ആണ്. f of t 1 dt plus 0. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t, അപ്പർ ലിമിറ്റ് x, ലോവർ ലിമിറ്റ് 0. അങ്ങനെ വരുമ്പം x എന്ന് ആൻസർ കിട്ടി. ഇനി ഇതിനെ കോഡൊമെയിൻ P3 ആണ്, കോഡൊമെയിനിലെ ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതണം. എക്സിനെ കോഡൊമെയിനിലെ ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതണം. അപ്പോൾ എങ്ങനെ വരും? എക്സിന് മാത്രം കോഎഫിഷ്യൻ്റ് ഉണ്ട്, എക്സ് മാത്രമേ ഉള്ളൂ. എക്സിന് മാത്രം കോഎഫിഷ്യൻ്റ് 1 വരും, ബാക്കി എല്ലാത്തിനും 0 വരും. അതായത് 0 × 1 + 1 × x + 0 × x സ്ക്വയർ + 0 × x ക്യൂബ്. അപ്പോൾ ഈ ബേസിസ് കോഡൊമെയിനിലെ ബേസിസ് വെക്ടേഴ്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഏതൊക്കെയാ? 0, 1, 0, 0. ബേസിസ് വെക്ടർ 1 x x സ്ക്വയർ x ക്യൂബ് ആയിരുന്നു. അതിൻ്റെ കോഎഫിഷ്യൻ്റ് വെക്ടറാണ് ഫസ്റ്റ് മെട്രിക്സ്. അത് കോളമായിട്ട് എഴുതുക. t of 1 equal to 0, 1, 0, 0. അപ്പോൾ ഫസ്റ്റ് കോളം കിട്ടി. ഇനി സെക്കൻഡ് കോളം എങ്ങനെയാണ് കിട്ടുന്നത്? സെക്കൻഡ് ബേസിസ് വെക്ടർ കൺസിഡർ ചെയ്യണം. സെക്കൻഡ് ബേസ് വെക്ടർ ഏതാ? x. f of x equal to x എടുക്കുക. അപ്പോൾ f dash of x എന്ത് വരും? f of x x ആണെങ്കിൽ f dash of x 1 വരും. നമുക്കിത് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. t of f of x equal to integral 0 to x f of x x ആണ്. അപ്പോൾ f of t dt plus f dash of x 1 ആണ്. അങ്ങനെ ചെയ്ത് വരുമ്പോൾ x square by 2 plus 1 എന്ന് കിട്ടി. അതായത് കോൺസ്റ്റൻറ്റിനും ഒരു കോൺസ്റ്റൻറ്റ് ടേം ഉണ്ട്, x സ്ക്വയറിന് കോഎഫിഷ്യൻ്റ് ഉണ്ട്. x സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? 1/2. ഇനി ഇതിനെ കോഡൊമെയിനിലെ ബേസിസ് വെക്ടറിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതണം. അപ്പം കോൺസ്റ്റൻ്റ് ഉണ്ട് 1 × 1, പിന്നെ x സ്ക്വയറിനും കോഎഫിഷ്യൻ്റ് ഉണ്ട്. അതേതാ? 1/2. 1/2 x സ്ക്വയർ. ഇപ്പോൾ 1 x x സ്ക്വയർ x ക്യൂബ്. അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഏതൊക്കെ വന്നു? 1, 0, 1/2, 0. അതാണ് സെക്കൻഡ് കോളം. അപ്പോൾ ഫസ്റ്റ് കോളം 0, 1, 0, 0. സെക്കൻഡ് കോളം 1, 0, 1/2, 0. ഇതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് ഉള്ളത്? ഓപ്ഷൻ ബി വരാം. ഓപ്ഷൻ ബി മാത്രമല്ലേ വരത്തുള്ളൂ അല്ലേ? അത് ഒന്നെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാം, ഇല്ലെങ്കിൽ ബേസ് വെക്ടർ 3 കൂടെ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ബേസ് വെക്ടർ 3 എങ്ങനെ കണ്ടുപിടിക്കും? ബേസ് വെക്ടർ 3 എന്ന് പറയുന്ന x സ്ക്വയർ ആണ്. x സ്ക്വയർ അതിൻ്റെ ഡെറിവേറ്റീവ് 2x.
അങ്ങനെ ചെയ്ത് തേർഡും കണ്ടുപിടിച്ചു. അപ്പം നോക്കുമ്പോൾ 0 1 0 0 1 0 1/2 0, ലാസ്റ്റ് കോളം 0 2 1 0 1/3. അത് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി ശരിക്കും ഇത്രയും ചെയ്യേണ്ട കാര്യമുണ്ടോ? ശരിക്കും ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ചോദിച്ചേക്കുന്നത് ടി ഫ്രം P2 to P3 എന്നായിരുന്നു. അപ്പം P2-വിൽ നിന്ന് P3-യിലേക്കാണെങ്കിൽ Pn ആണെങ്കിൽ എത്ര ബേസ് വെക്ടർ കാണുമെന്ന് പറഞ്ഞാൽ n+1 അല്ലേ? P2 ആണെങ്കിൽ 3 വെക്ടേഴ്സ് കാണും, അതിൻ്റെ ഡിഗ്രി 2 വരെ ആയിരിക്കും. Pn-ൻ്റെ അകത്ത് P3-ക്ക് അകത്ത് 3rd ഡിഗ്രി വരെ കാണും, പക്ഷേ അതിൻ്റെ അകത്തെ വെക്ടേഴ്സ് എന്ന് പറയുന്നത് 4 എണ്ണം ആയിരിക്കും. അപ്പം P2 to P3 ആണെങ്കിൽ അതിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ വരുന്നത് നേരെ തിരിച്ചായിരിക്കും, 4/3 മെട്രിക്സ് ആയിരിക്കും വരുന്നത്. P2-വിൽ നിന്ന് P3-യിലേക്കാണെങ്കിൽ 4/3 മെട്രിക്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് കാണുമ്പോൾ തന്നെ ഏതൊക്കെ റിജക്റ്റ് ചെയ്യാം? ഓപ്ഷൻ എ എന്ന് പറയുന്നത് 3/4 ആണ്. 3/4 റിമൂവ് ചെയ്യാം. ഓപ്ഷൻ എ റിമൂവ് ചെയ്യാം. ഓപ്ഷൻ സി റിമൂവ് ചെയ്യാം. പിന്നെ ഉള്ളത് ബിയും ഡിയും ആണ്. ഇതിൻ്റെ അകത്ത് ഏതാ? ബിയും ഡിയും നോക്കിക്കേ. ഫസ്റ്റ് കോളം 0 1 0 0 ആണ്, രണ്ടിലും 0 1 0 0 ആണ്. അപ്പം ബേസ് വെക്ടർ 1 കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കണ്ടുപിടിച്ചാലും 0 1 0 0 തന്നെ ആയിരിക്കും, അത് നമുക്ക് അറിയാമല്ലോ. പിന്നെ ഡിഫറൻസ് ഉള്ളത് സെക്കൻഡിലും തേർഡിലുമാണ്. അതായത് ബേസ് വെക്ടർ എക്സോ എക്സ് സ്ക്വയറോ മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി, പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പം ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അങ്ങനെ ചെയ്താലും മതി. Then next question. Let Pax denote the characteristic polynomial of a matrix A. Then for which matrix Pax minus Pa inverse x is constant? Pax എന്താ? ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആണ്. മെട്രിക്സ് എയുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആണ് Pax വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് എല്ലാ ഓപ്ഷനും എന്താ? 2/2 ആണ്. അപ്പോൾ ജനറൽ ആയിട്ട് ഒരു 2/2 മെട്രിക്സ് കൺസിഡർ ചെയ്യുക. A = ABCD എന്നൊരു ജനറൽ മെട്രിക്സ് നമ്മൾ എടുത്തു. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എങ്ങനെ എഴുതും? ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് എ 2/2 മെട്രിക്സ് എന്ന് പറയുന്നത് x² മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു എക്സ്, ഇവിടെ ഒരു ഇൻറ്റു എക്സ് ഉണ്ട്, x² മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു എക്സ് പ്ലസ് ഡിറ്റർമിനൻ്റ് എ. ഈ ട്രേസ് ഓഫ് എ എന്താ? ഡയഗണൽ എലമെൻസിൻ്റെ സമ്മാണ് ട്രേസ് ഓഫ് എ. എ പ്ലസ് ഡി ആണ് ട്രേസ് ഓഫ് എ. ഡിറ്റർമിനൻ്റ് കാണാൻ അറിയാമല്ലോ, AD മൈനസ് BC. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് എ കിട്ടി. നമുക്ക് വേണ്ടത് എന്താണ്? Pax മൈനസ് Pa ഇൻവേഴ്സ് എക്സ് കോൺസ്റ്റൻ്റ് ആകുന്നത് എപ്പോഴാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ നമ്മൾ കണ്ടുപിടിക്കണം. Pax മൈനസ് Pa ഇൻവേഴ്സ് എക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ അതെങ്ങനെ എഴുതാം? ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് Pax മൈനസ് Pa ഇൻവേഴ്സ് എക്സ്. Paxൻ്റെ അറിയാം, x² മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു എക്സ്, എക്സ് ഉണ്ട്, ഇൻറ്റു എക്സ് പ്ലസ് ഡിറ്റർമിനൻ്റ് എ മൈനസ് എയുടെ ഇതാണെങ്കിൽ എ ഇൻവേഴ്സിന് എന്ത് കൊടുക്കാം? എക്ക് പകരം എ ഇൻവേഴ്സ് കൊടുക്കാം. x² മൈനസ് ട്രേസ് ഓഫ് എ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് പ്ലസ് ഡിറ്റർമിനൻ്റ് എ ഇൻവേഴ്സ്. മൈനസ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. മൈനസ് x² പ്ലസ് ട്രേസ് ഓഫ് എ ഇൻവേഴ്സ് മൈനസ് ഡിറ്റർമിനൻ്റ് എ ഇൻവേഴ്സ്. ഇവിടെ ഒരു x² ഉണ്ട്, ഇവിടെ മൈനസ് x² ഉണ്ട്. x² രണ്ടും ക്യാൻസൽ ചെയ്യാം. ട്രേസ് ഓഫ് എ ഇൻറ്റു എക്സ്, ട്രേസ് ഓഫ് എ ഇൻവേഴ്സ് ഇൻറ്റു എക്സ്, എക്സ് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. എക്സ് പുറത്തെടുക്കുമ്പോൾ ട്രേസ് ഓഫ് എ ഇൻവേഴ്സ് മൈനസ് ട്രേസ് ഓഫ് എ പ്ലസ് ഡിറ്റർമിനൻ്റ് എ ഇൻവേഴ്സ്, ഡിറ്റർമിനൻ്റ് എ മൈനസ് ഡിറ്റർമിനൻ്റ് എ ഇൻവേഴ്സ്. ഇനി Pax മൈനസ് Pa ഇൻവേഴ്സ് എക്സ് കോൺസ്റ്റൻ്റ് ആകുന്നത് എപ്പോഴാണ്? ഈ ടൈം ഇത് ഫുൾ കോൺസ്റ്റൻ്റ് ആവണമെങ്കിൽ എന്താവണം? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 0 ആവണം, എന്നാലല്ലേ ഇത് കോൺസ്റ്റൻ്റ് ആവുള്ളൂ. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 0 ആവണം, അതായത് ട്രേസ് ഓഫ് എ ഇൻവേഴ്സ് മൈനസ് ട്രേസ് ഓഫ് എ 0 ആവണം. അതെന്താ? ട്രേസ് ഓഫ് എ ഇൻവേഴ്സ് ഈക്വൽ ടു ട്രേസ് ഓഫ് എ ആണ്. ട്രേസ് ഓഫ് എ എന്തായിരുന്നു? ഡയഗണൽ എലമെൻസിൻ്റെ സമ്മ്. ട്രേസ് ഓഫ് എ ഇൻവേഴ്സോ? ട്രേസ് ഓഫ് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ആദ്യം എ ഇൻവേഴ്സ് എന്നുള്ള മെട്രിക്സ് എന്താണെന്ന് കണ്ടുപിടിക്കണം. എ എന്ന് പറയുന്നത് ABCD ആണ്. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? അഡ്ജോയിൻ്റ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് എ. അഡ്ജോയിൻ്റ് എ എങ്ങനെയാണ് കാണുന്നത്? അഡ്ജോയിൻ്റ് എ കാണാൻ 2/2 മെട്രിക്സിനൊരു എളുപ്പ വഴിയുണ്ട്. ഡയഗണൽ എലമെൻറ്റ്സ് തിരിച്ചിടുക. ഡി അങ്ങോട്ട് പോവും, എ ഇങ്ങോട്ട് വരും. ഡയഗണൽ എലമെൻറ്റ്സ് തിരിച്ചിടുക, ഓഫ് ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ സിമ്പൽ മാറ്റി കൊടുക്കുക, സൈൻ മാറ്റി കൊടുക്കുക. അപ്പം 1/ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു D മൈനസ് B മൈനസ് C A. 1/ഡിറ്റർമിനൻ്റ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ
d by determinant A minus b by determinant A minus c by determinant A by determinant A. അപ്പോൾ ട്രേസ് ഓഫ് എ ഇൻവേഴ്സ് എന്ത് വരും? ഡയഗണൽ എലമെന്റ്സ് ആഡ് ചെയ്യുന്നത് എ പ്ലസ് ഡി ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ. ട്രേസ് ഓഫ് എ ഇൻവേഴ്സ് ഈക്വൽ ടു ട്രേസ് ഓഫ് എയിലായിരുന്നു നമ്മൾ നിർത്തി. ട്രേസ് ഓഫ് എ ഇൻവേഴ്സ് കിട്ടി. ട്രേസ് ഓഫ് എ എന്താണെന്നറിയാം, എ പ്ലസ് ഡി എന്നറിയാം. എ പ്ലസ് ഡി ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു എന്താവും? 1 ആവും. അതായത് പി എ എക്സ് മൈനസ് പി എ ഇൻവേഴ്സ് എക്സ് കോൺസ്റ്റന്റ് ആകുന്ന എപ്പോഴാണ്? ഡിറ്റർമിനന്റ് എ 1 ആകുമ്പോഴാണ്. അപ്പം ഈ 4 മെട്രിക്സിൽ ഏതിലാണ് ഡിറ്റർമിനന്റ് 1 ആകുന്നതെന്ന് നോക്കിയാൽ മതി അല്ലേ? അതെ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഏതായിരുന്നു? 3 3 2 4. ഫസ്റ്റ് ഓപ്ഷൻ 3 3 2 4 ആണ്. അതിൻ്റെ ഡിറ്റർമിനന്റ് കാണുമ്പോൾ 14 മൈനസ് 6 3 ഇൻറ്റു 4 12 മൈനസ് 6 3 ഇൻറ്റു 4 12 മൈനസ് 6 വരും. അത് 6 തന്നെ. ഓപ്ഷൻ ബി 4 3 2 3. അതെന്ത് വരും? ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു ഇതുപോലെ തന്നെ 4 ഇൻറ്റു 3 12 മൈനസ് 6 3 ഇൻറ്റു 2. ഓപ്ഷൻ 3 വരുമ്പോൾ 1 വരും. അതായത് ഡിറ്റർമിനന്റ് എ 1 ആണെങ്കിൽ എന്തായിരിക്കും? പി എ എക്സ് മൈനസ് പി എ ഇൻവേഴ്സ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ സി ട്രൂ ആണ്. ഓപ്ഷൻ ഡി ചെക്ക് ചെയ്യണോ? പാർട്ട് സി ആണെങ്കിൽ ചെക്ക് ചെയ്യണം. മൾട്ടിപ്പിൾ ആൻസർ വരാൻ സാധ്യതയുണ്ട്. പാർട്ട് ബി ആണെങ്കിൽ നോക്കണ്ട, ഇവിടെ വെച്ച് നിർത്താം. പാർട്ട് സി ഓപ്ഷൻ 4 കൂടെ നോക്കാം. അപ്പം -1 വരും. അപ്പോൾ ഒറ്റ ആൻസറേ ഉള്ളൂ. ഏതാണ്? ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെട്രിക്സ് ഈസ് നോട്ട് ഡയഗണലൈസബിൾ? ഇതിൻ്റെ അകത്ത് ഡയഗണലൈസബിൾ അല്ലാത്ത മെട്രിക്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ഡയഗണലൈസബിളിന് ഒരു റിസൾട്ട് ഉണ്ട്. If the algebraic and geometric multiplicity of each eigenvalues are equal, then it is diagonalizable. Algebraic multiplicityയും geometric multiplicityയും eigenvalueന്റെ algebraic multiplicityയും geometric multiplicityയും ഈക്വൽ ആണെങ്കിൽ അതെന്താണ്? ഡയഗണലൈസബിൾ ആണ്. പിന്നെ distinct eigenvalues ആണെങ്കിൽ, if a matrix has distinct eigenvalues, then it is diagonalizable. ഓപ്ഷൻ എ നോക്കാം. 2 0 1 0 3 0 0 0 2. ഒരു മെട്രിക്സ് അത് അപ്പർ ട്രയാങ്കുലറോ ലോവർ ട്രയാങ്കുലറോ ഡയഗണലോ ആണെങ്കിൽ, അതായത് ലോവർ ട്രയാങ്കുലർ എന്ന് പറഞ്ഞാൽ എന്താ? ഡയഗണൽ എലമെന്റ്സിന് താഴെ മാത്രം എലമെന്റ്സ് കാണും, മുകളിൽ 0 ആയിരിക്കും. ഇതെന്താ? അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഏഗൺ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് ആയിരിക്കും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് ഏതാ? 2 3 2. അതാണ് ഈ മെട്രിക്സിന്റെ ഏഗൺ വാല്യൂസ്. അപ്പം ഏഗൺ വാല്യൂസ് ഈക്വൽ ടു 2 2 3. ഇനി ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര തവണ ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 2 എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 2 തവണ. ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 2 എന്ന് പറയുന്നത് 2 ആണ്. ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 3 എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 1 തവണ. അപ്പോൾ ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 2 ആണ്. 3 1 ആണ്. ഓൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി 1 ആണെങ്കിൽ ജിയോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓൾറെഡി 1 ആയിരിക്കും, ഓട്ടോമാറ്റിക്കലി 1 ആയിരിക്കും. ഇനി നമുക്ക് ജിയോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ജിയോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 2 കണ്ടുപിടിക്കാൻ 2നോട് എത്ര ഏഗൺ വെക്ടേഴ്സ് ഇതിനെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന് നോക്കിയാൽ മതി. അതായത് a മൈനസ് ലാംഡ i ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. ഏഗൺ വെക്ടർ കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് a മൈനസ് ലാംഡ i ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. ജിയോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 2 ആണ് വേണ്ടത്. അപ്പോൾ a മൈനസ് 2i ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. ഒരു മെട്രിക്സ് അതിൽ നിന്ന് 2i സബ്ട്രാക്ട് ചെയ്യണം. i എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ്. ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡയഗണൽ എലമെന്റ് 1, ബാക്കിയെല്ലാം 0. അപ്പം 2i എന്ന് പറഞ്ഞാലോ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 2 വരും, ബാക്കി എല്ലാ എലമെന്റും 0. ഈ മെട്രിക്സിൽ നിന്ന് ഡയഗണൽ എലമെന്റ്സിൽ നിന്ന് 2 കുറച്ച് എഴുതുക. അതാണ് a മൈനസ് 2i. 2 മൈനസ് 2 0, 3 മൈനസ് 2 1, 2 മൈനസ് 2 0. 0 0 1 0 1 0 0 0 2. എക്സ് എന്ന് പറഞ്ഞാൽ കോളം മെട്രിക്സ് എക്സ് വൈ സെറ്റ് ഈക്വൽ ടു 0 0 0. ഇതിൽ നിന്ന് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 0x പ്ലസ് 0y പ്ലസ് 1z ഈക്വൽ ടു 0. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിയാലോ, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അതിൽ നിന്ന് z ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലേ? സെക്കൻഡ് ഇക്വേഷനോ 0 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 0 ഇൻറ്റു z ഈക്വൽ ടു 0. അതായത് y ഈക്വൽ ടു 0.
തേർഡ് ഇക്വേഷനോ 0 ഇൻറ്റു എക്സ് പ്ലസ് 0 ഇൻറ്റു വൈ പ്ലസ് 0 ഇൻറ്റു ഇസഡ് ഈക്വൽ ടു 0. അതായത് 0 ഈക്വൽ ടു 0 എന്നാണ് കിട്ടുന്നത്. നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടില്ല. എക്സ് റിയൽ നമ്പറിൽ ഏത് വേണമെങ്കിലും ആയിട്ട് എടുക്കാം. അപ്പോൾ എക്സ് ബിലോങ്സ് ടു ആർ, വൈ ഈക്വൽ ടു 0, ഇസഡ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതിനെ എങ്ങനെ മെട്രിക്സ് ആയിട്ട് എഴുതാം? എക്സ് 0 0 എന്ന് എഴുതി എക്സിനെ പുറത്തെടുത്തു 1 0 0. അതായത് ഏഗൻ വാല്യൂ 2 ആണെങ്കിൽ അതിനെ അസോസിയേറ്റ് ചെയ്ത് ഒരു വെക്ടറേ ഉള്ളൂ. ഇവിടെ 1 0 0 എന്ന് പറഞ്ഞ ഒറ്റ വെക്ടറേ കിട്ടിയിട്ടുള്ളൂ. അതായത് ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 2 എന്താണ്? 1 ആണ്. ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 2 എന്താ കിട്ടിയത്? 2. അതായത് ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി 2ഉം ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി 1ഉം ആണ് കിട്ടിയത്. They are not equal. Therefore, it is non-diagonalizable. Diagonalizable അല്ലാത്ത മെട്രിക്സ് ഏതായിരുന്നു എന്നാ ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ എ ട്രൂ ആണ്. ഇത് സി പാർട്ട് ആയിരിക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ബിയും സിയും ഡിയും ചെക്ക് ചെയ്യണം. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ നോക്കാം. 1 1 1 1. സെക്കൻഡ് ഓപ്ഷൻ. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാം. ഈഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി ലാംഡ സ്ക്വയർ മൈനസ് trace of a into lambda plus determine the a equal to 0. Trace of a എന്താ? diagonal elements in the sum. Lambda square minus 2 lambda plus 0 equal to 0. Determine അറിയാലോ 1 into 1 minus 1 into 1. 1 minus 1 0. ഇതിൽ നിന്ന് ലാംഡ പുറത്തെടുക്കാം. ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 2 ഈക്വൽ ടു 0. ലാംഡ ഈക്വൽ ടു 0 2. ഏഗൻ വാല്യൂസ് ഏതൊക്കെയാണ് കിട്ടിയത്? ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് ആണ് കിട്ടിയത്. 0യും 2. ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് ആണെങ്കിൽ എന്താ? ഡയഗണലൈസബിൾ ആയിരിക്കും. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നോട്ട് ഡയഗണലൈസബിൾ. അപ്പോൾ ഓപ്ഷൻ ബി തെറ്റാണ്. ഓപ്ഷൻ സി നോക്കാം. 2 1 0 0 3 0 0 0 3. ഇതെന്താ? അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഏഗൻ വാല്യൂസ് ഏതൊക്കെയാണ്? 2 3 3 അല്ലേ? ഏഗൻ വാല്യൂസ് 2 3 3. ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 2 1 ആണ്. ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്ത് പറയും? ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി 1 ആണെങ്കിൽ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓട്ടോമാറ്റിക്കലി 1 ആയിരിക്കും. ഇനി ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 3 എന്താണ്? 2. ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? a മൈനസ് ലാംഡ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0, a മൈനസ് 3a ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. ലാംഡ 3 ആകുമ്പോൾ ഉള്ള വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡയഗണൽ എലമെന്റ്സിൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്തു. ഇൻറ്റു എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 0 0. ഇക്വേഷൻ എങ്ങനെ എഴുതും? മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 0 ഇൻറ്റു സെഡ് ഈക്വൽ ടു 0. മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0 എന്ന് എഴുതി. ഇതിൽ നിന്ന് എക്സ് ഈക്വൽ ടു വൈ എന്ന് എഴുതാം. അടുത്ത രണ്ട് ഇക്വേഷനിൽ നിന്ന് ഇസഡിൻ്റെ വാല്യൂ നമുക്ക് കിട്ടില്ല. 0 ഈക്വൽ ടു 0 എന്ന് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇസഡ് എന്തായിരിക്കും? ഏതെങ്കിലും ഒരു റിയൽ നമ്പർ ആയിരിക്കും. ഇനി അതിനെ മെട്രിക്സ് ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ വരും? എക്സ് വൈക്ക് ഒരു എക്സ് എന്ന് തന്നെ എഴുതാം. എക്സ് എക്സ് ഇസഡ്. എക്സ് ഔട്ട് സൈഡ് എടുക്കുമ്പം 1 1 0 പ്ലസ് ഇസഡ് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 0 0 1. അതായത് 3യെ അസോസിയേറ്റ് ചെയ്ത് ഇവിടെ എത്ര വെക്ടർ ഉണ്ട്? 2 വെക്ടർ ഉണ്ട്. അപ്പോൾ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 3 എന്താണ്? 2 ആണ്. ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 3യും 2 ആണ്. ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റിയും 2 ആണ്. അതെന്താണ്? ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി ഈക്വൽ ടു ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ആണെങ്കിൽ ഡയഗണലൈസബിൾ ആണ്. അപ്പം അതും തെറ്റാണ്. ഓപ്ഷൻ സിയും തെറ്റാണ്. ഇനി ഓപ്ഷൻ ഡി നോക്കാം. 1 minus 1 2 4. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി ലാംഡയുടെ വാല്യൂ കണ്ടുപിടിച്ചു. 2ഉം 3യും ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് ആണ്. ഡിസ്റ്റിങ്ക്റ്റ് ഏഗൻ വാല്യൂസ് ആണെങ്കിൽ ഡയഗണലൈസബിൾ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ എ മാത്രമേ ട്രൂ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ദ ഫോളോയിങ് മെട്രിക്സ്? എ എന്ന് പറയുന്നത് ഒരു 5/5 മെട്രിക്സ് ആണ്. അതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കണം. റാങ്ക് എങ്ങനെ കണ്ടുപിടിക്കും? ഒരു മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കാൻ റോ എക്കലോൺ ഫോമിലേക്ക് എഴുതുക. അതിൻ്റെ അകത്ത് എത്ര നോൺ സീറോ റോസ് ഉണ്ടെന്ന് നോക്കുക. അല്ല, അങ്ങനെയാണ് റാങ്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് ഇതിൻ്റെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 1 താഴേക്ക് 0 ആക്കുക. അപ്പോൾ നമുക്ക് ആദ്യം R5 0 ആക്കാൻ നോക്കാം. R5ലെ അതായത് A5 1 ഉള്ള എലമെൻറ്റ്, ഈ എലമെൻറ്റ് എങ്ങനെ 0 ആക്കാം? ഈ എലമെൻറ്റ് R5 ഇംപ്ലൈസ് R5 മൈനസ് R1 വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്ത് നോക്കിയാൽ 1 മൈനസ് 1 അത് 0 ആയി. 2 മൈനസ് 1 ഇത് 1 ആകും, ഇത് 2 ആകും, ഇത് 3 ആകും, ഇത് 4 ആകും അല്ലേ? അപ്പോൾ അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് നോക്കുവാണെങ്കിൽ R5 ഇംപ്ലൈസ് R5 മൈനസ് R4 ചെയ്താൽ മതി. അപ്പം ആദ്യത്തെ 4 എലമെൻറ്റ് എന്തായി പോയിക്കോളും? 0 ആയി പോയിക്കോളും. R5 ഇംപ്ലൈസ് R5 മൈനസ് R4. ഇത്
5 minus 4 equal to 1. ഈ ഒരു എലമെന്റ് മാത്രമേ കാണുള്ളൂ. ഇനി ഫോർത്ത് റോ നമുക്ക് മാറ്റണം. ഫോർത്ത് റോ ഇതുപോലെ തന്നെ R4 implies R4 minus R3 ചെയ്യാം. അപ്പം ലാസ്റ്റ് 2 എലമെന്റ് 1 1 ആവും. ഇനി എന്ത് ചെയ്യണം? തേർഡ് റോ മാറ്റണം. തേർഡ് റോ മാറ്റാൻ R3 implies R3 minus R2. അങ്ങനെ ചെയ്തു വരുമ്പം ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടും. നമ്പർ ഓഫ് നോൺ സീറോ റോസ്. എത്ര നോൺ സീറോ റോസ് ഉണ്ട്? 1 2 3 4 5. നോൺ സീറോ റോസ് 5 ഉണ്ട്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ ഡി. റാങ്ക് എന്ന് പറയുന്നത് 5 തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Let V denote the vector space of real valued closed interval 0 1. Let W be the subspace spanned by sin x, cos x, tan x. Then the dimension of W over R. V എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ഉണ്ട്. W അതിൻ്റെ സബ്സ്പേസ് ആണ്. W എന്ന് പറയുന്നത് സബ്സ്പേസ് സ്പാൻഡ് ബൈ sin x, cos x, tan x ആണ്. ഡയമെൻഷൻ ഓഫ് W കണ്ടുപിടിക്കണം. ഡയമെൻഷൻ ഓഫ് W എന്താ? നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് ഇൻ ദ സെറ്റ് sin x, cos x, tan x ആണ്. ഇനി ഒരു റിസൾട്ട് ഉണ്ട്. ദ സെറ്റ് f1x, f2x, f3x of function is independent set of function if the Wronskian determinant is non-zero for at least one x. Wronskian എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിറ്റർമിനൻ്റ് ആണ് Wronskian എന്ന് പറയുന്നത്. f1x, f2x, f3x, f1 dash, f2 dash, f3 dash, f1 double dash, f2 double dash, f3 double dash. ഈ Wronskian നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, Wronskian ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ്? ഫംഗ്ഷൻ ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് ഈ 3 ഫംഗ്ഷനും ഇൻഡിപെൻഡൻ്റ് ആണ്. ഈ 3ഉം ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഡയമെൻഷൻ ഓഫ് W എന്തായിരിക്കും? 3 ആയിരിക്കും. ഡയമെൻഷൻ ഓഫ് W എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് ആണ്. അതായത് ഇത് 3 ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്താൽ മതി. അതായത് ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? Wronskian നോട്ട് ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. F1 ഏതായിട്ട് എടുക്കാം? സൈൻ ആയിട്ട് എടുക്കാം. സൈൻ എക്സ്. F2 കോസ് എക്സ്. F3 ടാൻ എക്സ്. ചെയ്യാലോ. സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്. സൈൻ്റെ ഡെറിവേറ്റീവ് കോസ്, കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ, ടാൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സ്. സീക്ക് 2x അല്ല, സീക്ക് സ്ക്വയർ എക്സ്. അങ്ങനെ Wronskian ഓഫ് എക്സ് കണ്ടുപിടിച്ചു. എന്തൊരു -2 ടാൻ സ്ക്വയർ എക്സ് ടാൻ എക്സ് പ്ലസ് ടാൻ എക്സ് -2 ടാൻ എക്സ് മൈനസ് ടാൻ എക്സ് മൈനസ് ടാൻ എക്സ്. അങ്ങനെ കണ്ടുപിടിക്കുമ്പം ലാസ്റ്റ് മൈനസ് ടാൻ എക്സ് ഇൻറ്റു 2 ടാൻ സ്ക്വയർ എക്സ് പ്ലസ് 3 എന്ന് കിട്ടി. Wronskian ഓഫ് എക്സ് ആണ്. ഇനി Wronskian ഓഫ് 5/4 കണ്ടുപിടിച്ച് നോക്കാം. മൈനസ് ടാൻ 5/4 പ്ലസ് 2 ടാൻ സ്ക്വയർ 5/4 പ്ലസ് 3. എന്ത് വന്നു? നോട്ട് ഈക്വൽ ടു -5 ആണ്. നോട്ട് ഈക്വൽ ടു 0 ആണ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ ചെക്ക് ചെയ്ത് നോക്കുക. നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ്? ഫംഗ്ഷൻ ഇൻഡിപെൻഡൻ്റ് ആണ്. ഇത് 3ഉം ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്ത് വന്നു? 3. ഇത് ഓപ്ഷൻ 3 തന്നെ.